ലോകകപ്പ് ആവേശം കായിക മൈതാനത്ത് മാത്രമല്ല നിയമസഭയിലേക്കും മാധ്യമ ലോകത്തേക്കും പടർന്നപ്പോൾ തിരുവനന്തപുരത്ത് പറഞ്ഞത് വേറിട്ടൊരു ഫുട്ബോൾ പോരാട്ടമാണ്. MLA-മാരും മാധ്യമപ്രവർത്തകരും നേർക്കുനേർ ഏറ്റുമുട്ടിയ ഓക്സിജൻ കപ്പ് പ്രദർശന മത്സരം ആവേശത്തിനൊടുവിൽ സമനിലയിൽ കലാശിച്ചു. അർജന്റീനയുടെ നീലയും വെള്ളയും ചേർന്ന ജേഴ്സിയിൽ MLA-മാർ, ബ്രസീലിന്റെ മഞ്ഞ ജേഴ്സിയിൽ മാധ്യമപ്രവർത്തകർ. കോവളം ഇൻഡോർ ടർഫിൽ ലോകകപ്പ് ആവേശം പകർത്തിയ ഓക്സിജൻ കപ്പ് ഫുട്ബോൾ പ്രദർശന മത്സരത്തിന് തുടക്കമായത് ഇങ്ങനെയായിരുന്നു. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ കടന്നാക്രമിച്ചു കളിച്ച മാധ്യമപ്രവർത്തകരുടെ ബ്രസീൽ മേൽക്കൈ നേടി. എന്നാൽ രണ്ടാം പകുതിയിൽ MLA-മാരുടെ അർജന്റീന ശക്തമായി തിരിച്ചടിച്ചു. KV സുമേഷിന്റെ ഇരട്ട ഗോളും അഷ്റഫ് അലിയുടെയും ബിജിന്റെയും ഗോളുകളും ചേർന്നപ്പോൾ മത്സരം 4-4 എന്ന സ്കോറിൽ സമനിലയിൽ അവസാനിച്ചു. ആഭ്യന്തര വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും കിക്ക് ഔട്ട് ഡ്രഗ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുമായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. മന്ത്രിമാരായ OJ ജനീഷും KA തുളസിയും കിക്ക് ഓഫ് നിർവഹിച്ചു. മന്ത്രി T സിദ്ദിഖും ചീഫ് വിപ്പ് അബു ജോൺ ജോസഫും കളത്തിലിറങ്ങി. മത്സരശേഷം MLA ടീം ക്യാപ്റ്റൻ VT ബൽറാമിനും പ്രസ് ക്ലബ് ടീം ക്യാപ്റ്റൻ കോവളം സതീഷ് കുമാറിനും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചാമ്പ്യൻസ് ട്രോഫി സമ്മാനിച്ചു. സന്തോഷ് ട്രോഫി ടീമിന്റെ സഹപരിശീലകൻ എബിൻ റോസ് ആയിരുന്നു മത്സരത്തിന്റെ റഫറി. ജയപരാജയങ്ങൾക്കപ്പുറം കായിക മനോഭാവവും ലഹരിവിരുദ്ധ സന്ദേശവും ഒരുമിച്ചപ്പോൾ ഓക്സിജൻ കപ്പ് ഫുട്ബോൾ മത്സരം കാണികൾക്ക് സമ്മാനിച്ചത് ആവേശവും സൗഹൃദവും നിറഞ്ഞ ഒരു സായാഹ്നമായിരുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.